ഈ ക്ഷേത്ര രംഗത്ത് ക്ഷേത്ര കാര്യകർത്താക്കൾ ഈ ഭാഗവതവുമായി എത്തരത്തിൽ സഹകരിക്കുന്നുവെന്ന് ഒറ്റ വാക്കിൽ ഒരു ചെറിയ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവരുടെ മറുപടിയിലേക്ക് കടക്കാം. എല്ലാവർക്കുമുള്ള ചോദ്യങ്ങൾ, സദസ്സിൽ നിന്നും കിട്ടിയ ചോദ്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മജൻ ഡോക്ടറിൽ നിന്നും നമുക്ക് അത് തുടങ്ങാം. അദ്ദേഹം ഇതിനെപ്പറ്റി ഒറ്റവാക്കിൽ സംഗ്രഹിച്ച് പറഞ്ഞുകൊണ്ട് ഇവർക്കുള്ള മറുപടിയും പറയും. 10 മിനിറ്റ് ആണ് ഓരോരുത്തർക്കും സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് 8:30 ഈ സെഷൻ തീരുള്ളൂ. വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഭാഗവത സപ്താഹങ്ങൾ എങ്ങനെ ഭംഗിയായി നടത്തുക എന്നുള്ളത്. ഭാഗവത സപ്താഹം നടത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, തിരുവമ്പാടി ദേവസ്വം എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളും ഭാഗവത സപ്താഹം നടത്തുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് ഭാഗവതം എന്ന് ആദ്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ആ ഭാഗവത സാരം അറിയിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഭാഗവതം ശരിയായ രീതിയിൽ ക്ഷേത്ര കാര്യകർത്താക്കൾക്ക് സപ്താഹം നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്താണ് ഭാഗവതം എന്ന് ക്ഷേത്രകർത്താക്കൾ തന്നെ ആദ്യം അറിയണം. അതറിയാതെ ഭാഗവതത്തിനെ അല്ലെങ്കിൽ സപ്താഹത്തിനെ ഒരു തരം എന്താ പറയുക, ക്ഷേത്രത്തിലെ ഒരു കല പോലെ കാണാൻ പാടില്ല. ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാക്കിയിട്ട് ആ ക്ഷേത്രത്തെ മാറ്റിയെടുക്കാൻ ഈ സപ്താഹങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അത് നടത്തിയതുകൊണ്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? അന്നദാനത്തിലായാലും അല്ലെങ്കിൽ രാവിലത്തെ സമയമായാലും വൈകിട്ടത്തെ സമയമായാലും മാത്രമേ ശ്രോതാക്കളുള്ളൂ. അത് കഴിഞ്ഞാൽ കിട്ടുന്നത് വളരെ ചുരുക്കം ആളുകളെയാണ്. അതിൽ നിന്ന് മാറണം. ആദ്യമായിട്ട് അതിൽ നിന്ന് മാറണം. അതുമാത്രമല്ല, കാര്യകർത്താക്കളും ഇത് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കാര്യകർത്താക്കളും ആദ്യം ഭാഗവതം കുറച്ച് പഠിക്കാൻ തന്നെ ശ്രമിക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. കർക്കിടകം 1-ാം തീയതി മുതൽ പല സ്ഥലങ്ങളിലും സപ്താഹം ഞാൻ കണ്ടു. എന്തുമാത്രം ജനങ്ങളെയാണ്. പണ്ടൊന്നും ഇത്ര ജനങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിനൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാവരും ഭാഗവതം അറിഞ്ഞിട്ടല്ല വരുന്നത്. എന്നാൽ അതിന് കുറച്ചൊരു മാറ്റം നമുക്ക് എന്താ പറയുക, വേദവ്യാസൻ്റെ ദുഃഖം എന്ന് പറഞ്ഞതുപോലെ അതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കലിയുഗത്തിൽ കുറച്ച് പേര് ഭാഗവതം കേൾക്കാൻ വന്നിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ ക്ഷേത്രകർത്താക്കൾ, ക്ഷേത്ര ഭരണക്കാർ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.